രക്ഷയില്ല. സംഘർഷങ്ങൾക്കും പണപ്പെരുവും അടക്കമുള്ള വെല്ലുവിളികൾക്കും ഇടയിൽ സ്വർണ്ണവില കുതിക്കുമെന്ന് കണക്കുകൾ. കേരളത്തിൽ ഒരു പവന് 1,20,000 വരെയാകും വില. ഈ വർഷം വില 2 ലക്ഷം വരെ കടന്നേക്കുമെന്ന് നേരത്തെ ചില പ്രവചനങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് പുതിയ പ്രവചനം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കുറയുന്ന ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. വില 1,00,000-ന് താഴേക്ക് പോകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും. അതിന് വിപരീതമായി സ്വർണ്ണവില കുതിച്ച് പവന് 2 ലക്ഷത്തിലേക്കും എത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണവില 1,00,000 കടക്കുമെന്ന് പല വിദഗ്ധരും പ്രവചിച്ചപ്പോൾ ആഭരണ പ്രേമികളിൽ പലരും അത് പുച്ഛിച്ചു തള്ളുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു 2026-ൽ ആ പ്രവചനം സത്യമായത്. സ്വർണ്ണവില പവന് 1,00,000 കടന്നു ഞെട്ടിച്ചു. ഈ വർഷം സ്വർണം 2 ലക്ഷം കടക്കുമെന്ന പ്രവചനങ്ങൾ കൂടി ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്വർണത്തിന്റെ പോക്ക്. അതെ, ആശ്വസിക്കാൻ ഒട്ടും വകയില്ല. സ്വർണ്ണവില കുതിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അതായത് ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന് $4,916 ആയാൽ ഒരു പവന് കേരളത്തിൽ 1,20,000-ന് മുകളിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ US-ഇസ്രയേൽ ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടികളും തുടർന്നുള്ള പരിഭ്രാന്തിയെ തുടർന്ന് നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടിയത് വില ഒരു ഔൺസിന് $5,300 മുകളിലെത്തിയെങ്കിലും പിന്നീട് ആ കുതിപ്പ് കണ്ടില്ല. വേഗത്തിൽ തന്നെ താഴേക്ക് പോകുന്നതാണ് കണ്ടത്. വ്യാപകമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഇതിന് വഴിവെച്ചത്. എന്നാൽ 2026 അവസാനത്തോടെ സ്വർണ്ണവില വീണ്ടും പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രവചനം. സ്വർണ്ണവില കൂടുന്ന ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇടയ്ക്കുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ കാരണം നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് തിരിച്ച് അതിനേക്കാൾ വേഗത്തിൽ റെക്കോർഡ് കയറ്റമാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോഴെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. കാരണം ഇനി അങ്ങോട്ട് സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അഥവാ വലിയൊരു മാറ്റം എന്തെങ്കിലും സംഭവിച്ചാലേ ഇനി സ്വർണ്ണവില വൻ താഴ്ചയിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ എത്ര കുറവ് രേഖപ്പെടുത്തിയാലും 1,00,000-ന് താഴേക്ക് പോകുന്ന ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്വർണം വാങ്ങാനായി ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ലഭിക്കുന്ന വിലക്കുറവിന്റെ ആനുകൂല്യങ്ങൾ മുതലാക്കി സ്വർണം വാങ്ങുന്നതാണ് ഉചിതമായ സമയമെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. സ്വർണം വിൽക്കാനുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ഇപ്പോൾ സ്വർണം വിൽക്കുക. അല്ലാത്തവർ കാത്തിരുന്നാൽ വലിയ ലാഭം കൊയ്യാമെന്നും ഇവർ പറയുന്നു. എന്നാലും സ്വർണ്ണവില ചാഞ്ചാടി നിൽക്കുന്നത് ആളുകൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ തന്നെയാണുള്ളത്. അതിനാൽ തന്നെ വില ഇനിയും കുറയുമോ എന്ന തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പല ജ്വല്ലറികളിലും പകുതിയിൽ താഴെ ബിസിനസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പല ജ്വല്ലറികളും ശൂന്യമായിട്ടാണ് കാണപ്പെടുന്നത്. എന്തായാലും സ്വർണ്ണവില ഈ വർഷം അവസാനമാകുമ്പോഴേക്കും 1.5-ക്ക് മുകളിലെത്തി അത് 2 ലക്ഷത്തിലേക്ക് കുതിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അടുത്ത മാസം വരെ ഏറിയും കുറഞ്ഞു വരിക്കുന്ന സ്വർണ്ണവില അത് കഴിഞ്ഞാൽ വലിയൊരു കുതിപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.